എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് സ്വാഗതം. പറഞ്ഞേ സ്വാഗതം. പൊന്നൂനെ ഞാൻ നിങ്ങളുടെ ഒക്കെ കമന്റ്സ് വായിച്ചു കൊടുത്ത് ആള് ഭയങ്കര സ്റ്റാർ ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ഇപ്പം വീഡിയോ എന്ന് പറയുമ്പോഴത്തേന് എന്താ പറയാ ഭയങ്കര ഒരു ഇതായിട്ടിരിക്കുകയാണ്. അപ്പൊ ഇന്ന് മൂഡ് കുറച്ച് കുഴപ്പമില്ല. അപ്പൊ ഓക്കെ, അപ്പൊ നോക്ക് എല്ലാവരും കമന്റ്സിൽ ചോദിച്ചിട്ടുണ്ട് പൊന്നൂന് സുഖാണോന്ന്. എല്ലാരോടും പറയും ഞാൻ സുഖമായിട്ടിരിക്കണോന്ന് പറഞ്ഞേ. പിന്നെ എന്താണ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് കമന്റ്സിൽ ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ചേച്ചി കുട്ടികൾക്കും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബാത്ത് പൗഡർ ഉണ്ടാക്കി കാണിക്കണം കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് നമുക്ക് നിറം വരണം കുട്ടികൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് കമന്റ്സിൽ ഒരുപാട് പേര് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. സത്യത്തിൽ നമ്മളിങ്ങനെ കുട്ടികളെ നിറം ഇങ്ങനെ അങ്ങനെ ഒരു ഇതിൽ ചെയ്യണ്ട കേട്ടോ. അവരിപ്പോൾ ചെറുതിലേ നമ്മൾ നിറം കൂട്ടാനാണ് അങ്ങനെ ഇങ്ങനെയെന്ന് പറയുമ്പോൾ അവർക്കൊരു കോംപ്ലക്സ് ആവും, അത് എനിക്ക് നിറക്കുറവുണ്ടോ എന്നൊക്കെ ഉള്ളത്. പക്ഷേ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്ത് പൗഡർ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത് ചെറുപ്പം മുതലേ. ഇപ്പോൾ സോപ്പ് ഉപയോഗിക്കാണ്ടിരിക്കേണ്ടത്, സോപ്പിൽ ഇഷ്ടം പോലെ കെമിക്കൽസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് ബേബി സോപ്പ് ആയാൽ കൂടി നല്ലതൊന്നും അല്ല. അപ്പോൾ ഏറ്റവും നല്ലത് ഇതുപോലുള്ള ബാത്ത് പൗഡർ ഉപയോഗിക്കുക. പക്ഷെ മെൻഷൻ ചെയ്യരുത് അത് കളർ കൂടാനാണ്, ആരുടെ മുന്നിൽ വെച്ചിട്ട് പറയുകയും ചെയ്യരുത് ഞാൻ അവളുടെ കളർ കൂട്ടാനായിട്ട് ഇന്നതാണ് ഉപയോഗിക്കണതെന്നൊക്കെ. അപ്പോൾ ചെറുതിലേ അവർ ഭയങ്കര കോൺഷ്യസ് ആയി പോകും, കുറച്ച് കോംപ്ലക്സ് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. സോ അതൊക്കെ വിട്ടേക്ക്, നമുക്ക് ബാത്ത് പൗഡർ യൂസ് ചെയ്യാൻ വളരെ നല്ലതാണ്. അപ്പോൾ ഞാൻ പൊന്നൂനൊക്കെ യൂസ് ചെയ്യുന്ന ബാത്ത് പൗഡറാണ്. പൊന്നു കുളിക്കാൻ ഉപയോഗിക്കുന്നതാണോ ഇത്? അതെയോ? അപ്പം ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കട്ടെ ഇത് എന്തൊക്കെയുള്ളതെന്ന്. ഇതിനകത്ത് ചില സമയത്ത് ഭയങ്കര കുറുമ്പാണ് കേട്ടോ, ഒരു രക്ഷയില്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇതിനകത്ത് കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ട് കേട്ടോ. മെയിനായിട്ട് നമ്മുടെ വീട്ടിലെല്ലാവർക്കും കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്. ഞാൻ അതിൻ്റെ പേര് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ചെത്തി എന്നാണ് പറയുന്നത്, ചെത്തിപ്പൂ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ നാട്ടിൽ തെറ്റിപ്പൂ എന്ന് പറയും. അങ്ങനെ പല പേരുകളുണ്ട്. പൂജയ്ക്കൊക്കെ എടുക്കണതാണ്. അപ്പം അതൊരു മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിനകത്ത്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ആയാലും സ്കിന്നിന് നന്നായിട്ട് എന്താ പറയുക, സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സാധനമാണത്. അപ്പോൾ ഒരുപാട് സ്കിൻ ബെനിഫിറ്റ്സ് ആണ്. സ്കിൻ സ്മൂത്ത് ആക്കും, അതുപോലെ തന്നെ ഇൻഫെക്ഷൻ ഒന്നും വരാണ്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും, കളർ ഇമ്പ്രൂവ് ചെയ്യാനായിട്ടൊക്കെ വളരെ നല്ലൊരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ്, അതാണെന്നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് അതാണ്. പക്ഷെ എനിക്ക് ഒരു സ്പെഷ്യലായിട്ട് തോന്നുന്ന ഒരു സംഭവമാണ്. ഞാനത് എവിടെ നിന്ന് വീട്ടിലിപ്പോൾ ഇല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നെങ്കിലും ഒപ്പിച്ചിട്ട് ആഡ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് സംഭവം ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കാണിക്കാം. ഞങ്ങൾ രണ്ടും പൊന്നൂനും വേണ്ടത് വേണോ? എന്നാ ഓടി വാ. അപ്പൊ ഇത് വലിയവർക്കും യൂസ് ചെയ്യാം. ഇപ്പം വലിയവർ എന്നോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി സോപ്പിന് പകരം ഞങ്ങൾ എന്താണ് യൂസ് ചെയ്യേണ്ടതെന്ന്. അപ്പൊ ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ക്ലെൻസറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, നാച്ചുറൽ ക്ലെൻസറും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ബാത്ത് പൗഡറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം, ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യാം, നമുക്ക് ഫേസ് ക്ലെൻസ് ചെയ്യാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ക്ലെൻസ് ചെയ്യാനായിട്ടും ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. അപ്പം വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപോലെ പറ്റുന്ന ഒരു സംഭവം തന്നെയാണിത്. സോ ഞങ്ങൾ രണ്ടും ഇത് ആദ്യം ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. സോ അപ്പോൾ ഇത് നമ്മൾ 1 സ്പൂൺ പൊടി എടുത്തിട്ട് സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഇപ്പോൾ പൊന്നൂന് അപ്ലൈ ചെയ്ത് തരാം. പൊന്നൂന് അപ്ലൈ ചെയ്തിട്ടേ അമ്മ? ഓക്കെ, ഞാൻ എനിക്ക് അപ്ലൈ ചെയ്യാം, പക്ഷേ പൊന്നൂന് അപ്ലൈ ചെയ്തിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുത്തേ. അവർക്ക് കാണണ്ടേ, അവരുടെയൊക്കെ ബേബിമാർക്ക് ഇടാനുള്ളതാണേ. എല്ലാ ബേബിമാർക്കും ഇടണം. പൊന്നൂന് ഇടണം കണ്ടിട്ട് വേണം. കണ്ണാടിയിലൊക്കെ നോക്കാൻ ഇടയ്ക്ക് വന്ന് നിൽക്കിവിടെ. അതാ നോക്കി കണ്ടോ. ഞങ്ങൾ കുളിച്ചു പോയിട്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് ഫുൾ മേത്തൊക്കെ ഇടണ കാണിച്ചു തന്നെ. ഞങ്ങൾ ഇന്ന് ഉച്ചയ്ക്ക് കുളിച്ചു, അതുകൊണ്ട് ഇപ്പോൾ ഷൂട്ട് ചെയ്ത സമയത്ത് നമ്മൾ കുളിച്ചതുകൊണ്ടാണ് ഫേസിലിട്ട് കാണിച്ചത് എല്ലാവർക്കും. ഇത് അവരുടെ ബേബിമാർ ആൻറ്റിമാരൊക്കെ ഇല്ലേ, കുഞ്ഞിനോട് ചോദിച്ചേ, ആൻറ്റിമാർക്കൊക്കെ ബേബിമാരുണ്ട്, അപ്പോൾ അവർക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണേ. ഇനി ഒന്നും ചെയ്യേണ്ടത്, ഉണങ്ങണം കേട്ടോ, ഉണങ്ങ. അപ്പോൾ കസ്തൂരി മഞ്ഞളും ചന്ദനവും ഉണ്ടെങ്കിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ. സാധാരണ ഞാൻ എപ്പോഴും ഇത് മിക്സ് ചെയ്യുമ്പോൾ ചെയ്യണതാണ്, പക്ഷെ ഇന്ന് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പൊന്നു കാണിച്ചു കൊടുത്തേ ഒന്ന്, സുന്ദരിയായോ എന്ന്. അപ്പം നമുക്ക് ഫേസ് പാക്കായിട്ടും അതുപോലെ തന്നെ ബാത്ത് പൗഡറായിട്ടും ഒക്കെ അപ്ലൈ ചെയ്യാം. ഇത് സാധാരണ വെള്ളത്തിൽ കുഴയ്ക്കുക, ഒന്ന് ജസ്റ്റ് സോപ്പിന് പകരം നമുക്ക് ഉപയോഗിക്കാം. ഈ ഇതിൻ്റെ കണ്ണിലൊക്കെ പറ്റണു കണ്ടോ. ഓക്കെ, അപ്പം ഞാൻ ഇപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഫേസ് പാക്കായിട്ട് അപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ഇത് ബാത്ത് പൗഡറായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ ചെയ്താൽ മതി. സാധാരണ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒന്ന് മേത്തൊക്കെ നല്ലതുപോലെ ഒന്ന്. ഇപ്പോൾ ഫൈൻ പൗഡർ ആയിരിക്കണം, ഞാൻ അത് പറയുന്നുണ്ട് പ്രത്യേകം. കാരണം കുഞ്ഞുങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരുടെ മേത്ത് കൊണ്ടിട്ട് സ്ക്രാച്ച് ആവും കേട്ടോ. എവിടെയാ? ഓക്കെ, കാണിച്ചു കൊടുക്ക്. കണ്ടോ, കഴുത്തിലൊക്കെ ഇടട്ടെ അമ്മ? കഴുത്തിലൊക്കെ ഇട നോക്കുന്നേ. നന്നായി ഇട്ട് തന്നു, അമ്മയ്ക്ക് ഇട്ട് തന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ശരിക്കും ഈന്റെ തലയിൽ വരത്തേക്കില്ലേ പൊന്നു? തലയിലാണോ തേക്കേണ്ടത്? ഇത് കണ്ടോ, അമ്മയുടെ മേത്തൊക്കെ വെച്ച് തേച്ച്.
അപ്പൊ ഇത് ശരിക്കും നമുക്ക് ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നല്ലതുപോലെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാൻ മാത്രമല്ല കേട്ടോ, സ്കിന്നിന് ഒരു ഇൻഫെക്ഷൻ വരാണ്ടിരിക്കാനായിട്ട്. ഇപ്പോൾ ചെറുതിലേ തൊട്ട് ശീലമായിട്ടുണ്ടെങ്കിൽ ഞാൻ ഉറപ്പ് പറയാണ്, കുട്ടികൾക്ക് ഒരു വളർച്ചയൊക്കെ ആകുമ്പോഴത്തേക്കിനൊന്നും അവർക്ക് മുഖക്കുരു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, ആക്നെ അങ്ങനെയുള്ള ഇൻഫെക്ഷനോ ഒരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. അപ്പം ഇതുപോലത്തെ, പക്ഷെ നമ്മൾ സോപ്പൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് അറിയല്ലോ, പിന്നെ ആകുമ്പോഴത്തേക്കിന് കൊച്ചുങ്ങൾക്ക് മുഖക്കുരു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പ്രായമാകുമ്പോഴത്തേക്കിനൊക്കെ വരും. അപ്പോൾ ഇതിങ്ങനെയുള്ള സംഭവങ്ങളാണെങ്കിൽ നല്ലതാണ്, സേഫാണ് താനും. അപ്പം ഞാൻ പൊന്നൂനൊക്കെ ഇങ്ങനെയുള്ള കാര്യമാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോപ്പൊന്നും അധികം അവൾക്ക് യൂസ് ചെയ്യാറില്ല, സ്കിൻ ഒത്തിരി ഡ്രൈ ആവും നമ്മൾ സോപ്പ് റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോൾ. കൈയുണ്ട് നോക്കി, ഞാനേ പൊന്നൂന് കഴുത്തിലും കൂടെ ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് തരട്ടെ. ഇത് പൊന്നു ഉടുപ്പിലൊക്കെ വെച്ച് തേച്ചിട്ടുണ്ടോ? എന്നാ അമ്മയ്ക്ക് തേച്ചോ പൊന്നു. നല്ലോണം തേച്ച് തരണം കേട്ടോ, കണ്ണിലൊന്നും പറ്റരുതേ. ആ ഓക്കെ, താഴോട്ടൊക്കെ തേച്ചേ. ഓക്കെ. ഇപ്പൊ എല്ലാരോടും പറഞ്ഞ് ബേബിമാർക്കൊക്കെ തേച്ച് കൊടുക്കണം എന്ന് പറയും, കൊടുക്കണം. ആ എങ്ങനെ പൊന്നൂന് ഇഷ്ടമാണോ അമ്മ ഇത് തേക്കുമ്പോ? നല്ല മണം ഉണ്ടോ? നല്ല മണം ഉണ്ടല്ലേ. അപ്പൊ എല്ലാ കുഞ്ഞു കുഞ്ഞു ബേബിച്ചൊക്കെ തേച്ച് കൊടുക്കണേന്ന് പറഞ്ഞ ആന്റിമാര് കൊടുക്കണം. ഹാ, അപ്പൊ എന്താവും, ഇത് സോപ്പാണോ നല്ലത് അതോ ഇതാണോ നല്ലത്? ഇതാണ് നല്ലത്. കണ്ടോ, ഞങ്ങൾ ഉണ്ടാക്കണ ഇതാണ് നല്ലത്. അപ്പൊ ഞങ്ങൾക്ക് കണ്ടോ, ദേ അമ്മയും വരട്ടും പൊന്നൂനും വരട്ടും എല്ലാരും വരട്ടും. ഇപ്പൊ ബേബിമാര് ചുണ്ടിരന്മാരാവൂല്ലോ, പറഞ്ഞേ മാരാവൂല്ലോ. എന്നിട്ട് പറ, ആന്റിമാരോട് പറയണേന്ന് പറയണം, എങ്ങനെയുണ്ടെന്ന് പറയണം, പറഞ്ഞേ പറയണം. ആ എങ്കിലെല്ലാം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ആ ഇത് ഇവിടെ തേക്കണം, നമ്മുടെ തലയിലൊന്നും തേക്കരുത്. ആ ഓക്കെ, കണ്ണിലും തേക്കില്ല. ഓക്കെ. ആ അയ്യോ മതി. അപ്പൊ നമുക്ക് ഇനി കഴുകിയാലോ? കഴുകിയിട്ട് കാണിച്ചാലോ? അതാ കുഞ്ഞിന്റെ ഉണങ്ങി, അമ്മേന്റെ ഉണങ്ങി. ഇത് കണ്ടോ, അമ്മേന്റെ ഉണങ്ങി. അപ്പൊ നമുക്ക് കാണിച്ചാം കഴുകിയിട്ട് സുന്ദരി ആയിട്ടുണ്ടോന്ന്. ആ നമുക്ക് കാണിക്കാം കേട്ടോ. അപ്പൊ പറഞ്ഞേ, അവർ പറഞ്ഞേ ഞങ്ങൾ കഴുകിയിട്ട് കാണിച്ചാന്ന് പറയൂ, എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് നിങ്ങൾ കമന്റിൽ പറയണം കേട്ടോ, സുന്ദരി ആയിട്ടുണ്ടോന്ന് പറ. ആ എന്ത് സുന്ദരി ആയിട്ടുണ്ടോന്ന് പറയൂ. ആ അപ്പൊ ഞങ്ങള് കണ്ടോ, നല്ല സുന്ദരി ആയിട്ടുണ്ടോ? കഴുകി കഴിഞ്ഞു കേട്ടോ ഞങ്ങള്. അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം, വളരെ എളുപ്പമാണ്. അപ്പൊ ആദ്യം വേണ്ടത് ചെറുപയർ പൊടിയാണ് കേട്ടോ, ചെറുപയറാണ്. അപ്പൊ ചെറുപയർ നിങ്ങൾ എടുക്കുമ്പോൾ 1 കപ്പ് എടുക്കുക. പിന്നെ കുട്ടികൾക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്, നല്ലതുപോലെ കഴുകി ഉണക്കണം. പിന്നെ ഞാൻ ഇവിടെ ഓരോ പൊടിയായിട്ടാണ് കേട്ടോ ആഡ് ചെയ്ത് കാണിക്കണം, കാരണം ഞാൻ ഇതിൻ്റെ എല്ലാം സെപ്പറേറ്റ് പൊടിച്ച് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ഞാൻ ഈ കാണിക്കുന്ന കാര്യങ്ങൾ അതേ എമൗണ്ടിൽ എടുത്തിട്ട് ഒന്നിച്ച് ഒന്ന് ഉണക്കിയിട്ട് എല്ലാം കൂടെ പൊടിച്ചെടുക്കാം കേട്ടോ. അങ്ങനെയും ചെയ്യാം, 2 രീതിയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. അപ്പോൾ ഞാനൊരു 4 സ്പൂണാണ് കേട്ടോ എടുക്കുന്നത് പയറുപൊടി. നിങ്ങൾ ചെറുപയർ എടുക്കുമ്പോൾ 1 കപ്പിൽ മെഷർ ചെയ്തിട്ട് 1 കപ്പ് പയർ എടുക്കണം കേട്ടോ. അപ്പം 4 സ്പൂൺ. ഇനി അടുത്തത് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മസൂർ ദാലാണ്, മൈസൂർ പരിപ്പെന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് കളറിൽ വരുന്നത്, അതാണ് നമുക്ക് വേണ്ടത്. ഇതും എടുക്കുമ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഉണക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പം ഞാൻ ഇതിൻ്റെ പൊടിയാണ് എടുക്കുന്നത്. അതും 4 സ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത്, കാരണം ഒരേ അളവിലാണ് 2 എടുക്കേണ്ടത്. അപ്പം നിങ്ങൾ ഇങ്ങനെ പരിപ്പായിട്ടാണ് നിങ്ങൾ എടുക്കണതെങ്കിൽ ഓരോ കപ്പ് വീതം എടുക്കണം കേട്ടോ. അപ്പം 2 ഒരേ അളവിലാണ് എടുക്കേണ്ടത്. 4 സ്പൂൺ. ഇനി വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തെച്ചിപ്പൂവാണ്, ചിലയിടത്ത് തെറ്റി എന്ന് പറയും, ചിലയിടത്ത് ചെത്തിപ്പൂ എന്ന് പറയും, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പല പേരുകളിലാണ്. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു, നമ്മുടെയൊക്കെ വീട്ടിലുണ്ടാവുന്ന സാധനമാണ്, പൂജയ്ക്കൊക്കെ എടുക്കുന്ന സാധനമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ 1 കപ്പ് നിറച്ചിങ്ങനെ എതളുകളായിട്ട് പിച്ചിട്ടിട്ട് വേണം നമ്മൾ കഴുകിയിട്ടൊന്ന് ജസ്റ്റ് ഉണക്കിയെടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ എല്ലാത്തിൻ്റെയും പൊടിച്ച് വെച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ അളവിൽ കാണിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ കപ്പ് നിറച്ച് വേണം കേട്ടോ, നമ്മൾ എതളുകൾ ഇളക്കിയിടുമ്പോൾ ഈ നിറയെ വേണം കപ്പിനകത്ത്. അപ്പോൾ ഇത് ഒന്ന് കഴുകിയിട്ട് എടുക്കണം കേട്ടോ, കഴുകി ഉണക്കിയിട്ട് വേണം കേട്ടോ എടുക്കാനായിട്ട്. അപ്പോൾ ഞാനത് 2 സ്പൂണാണ് ഇട്ട് കൊടുക്കണേ കേട്ടോ. മറ്റേതൊക്കെ നമ്മൾ 4 സ്പൂൺ വീതം എടുത്തപ്പോൾ ഇത് ഞാൻ 2 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾ ആ 1 കപ്പിൽ ഫുൾ എടുത്തിട്ടുണ്ടെങ്കിലും അത് പൊടിഞ്ഞു വരുമ്പോഴത്തേനും 1/2 കപ്പേ ഉണ്ടാവുള്ളൂ അതിന്, അതുകൊണ്ടാണ് ഞാനത് ഫുൾ എടുക്കണം എന്ന് പറഞ്ഞത്.
പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓറഞ്ചിൻ്റെ തൊലിയില്ലേ, അപ്പോൾ ഇതുപോലെ ഓറഞ്ചിൻ്റെ തൊലി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വേണം എടുക്കാൻ. എല്ലാം ഒന്ന് കഴുകിയിട്ട് എടുക്കണം. ഞാൻ കുഞ്ഞുങ്ങൾക്കും കൂടെ ആയതുകൊണ്ടാണ് ഈ കഴുകിയിട്ട് എടുക്കണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതും ഒന്ന് കഴുകിയിട്ട് എടുക്കുക. ഇതും എടുക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ മീൻസ് ഇപ്പം നമ്മൾ പയറുപൊടിയും അതുപോലെ തന്നെ മൈസൂർ പരിപ്പും എടുക്കുന്ന അളവിൻ്റെ പകുതി മതി നമ്മൾ തെച്ചിപ്പൂവും അതുപോലെ ഓറഞ്ച് പീൽ പൗഡറും എടുക്കാനായിട്ട്. അതിൻ്റെ പകുതി അളവിലാണ് ഇത് രണ്ടും എടുക്കേണ്ടത്. അപ്പോൾ അതും 2 സ്പൂണാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇപ്പം നിങ്ങൾ ഈ തെച്ചിപ്പൂവൊക്കെ ഉണക്കുമ്പോൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കരുത് കേട്ടോ. അതുപോലെ ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ ഉണക്കുമ്പോൾ വെയിലത്ത് വെച്ചിട്ട് ഉണക്കരുത്. കാരണം അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും. നമുക്കൊരു ഇത്തിരിയൊക്കെ ചൂട് കിട്ടുന്ന പക്ഷേ അധികം വെയിലില്ലാത്ത ഒരു അങ്ങനെ ഇതായിട്ടുള്ള സ്ഥലത്ത് വേണം, ഷെയ്ഡുള്ള സ്ഥലത്ത് വേണം വെച്ചിട്ട് ഉണക്കാനായിട്ട്. അല്ലെങ്കിൽ അതിന് ഒരു ഗുണവും ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പനിനീർ റോസ ഇല്ലേ, വീട്ടിലൊക്കെ ഉണ്ടാവണയാണ്. അതിൻ്റെ ഇതളുകൾ ഉണക്കി പൊടിച്ചതാണ്. സോ അത് ഞാൻ ഓൾറെഡി ഇവിടെ സ്റ്റോർഡാണ് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 സ്പൂൺ, സെയിം സ്പൂൺ തന്നെ എടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾ മെഷർ ചെയ്യണ കപ്പിന് പകുതി, ഇപ്പം പയർ മെഷർ ചെയ്തില്ലേ അതിൻ്റെ ഫുള്ള് റോസ ഇതൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പൊടിച്ച് വരുമ്പോൾ പകുതിയെങ്കിലും ഉണ്ടാവുള്ളൂ. ഇനി അടുത്തത് ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആര്യവേപ്പിലയില്ലേ, ആര്യവേപ്പില ഉണങ്ങി പൊടിച്ചതാണ്. സെയിം ഇതിൽ മീൻസ് ഷെയ്ഡിൽ ഉണങ്ങിയിട്ട് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഞാൻ 1 സ്പൂണാണ്. അപ്പോൾ നിങ്ങൾ ഇത് എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ബൗളിന് ഒരു 1/4 ഭാഗത്തോളം മതിയാവും ഈ പൊടി. അപ്പോൾ ഒരു 1/4 നമ്മൾ ആ ഇല നിറച്ച് ഇത് ചെയ്തിട്ട് ഒന്ന് ഉണക്കി എടുക്കുമ്പോൾ അത്രയും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് കൂടിപ്പോയെന്ന് വെച്ചിട്ടും കുഴപ്പമൊന്നുമില്ല. കാരണം നല്ലതാണ്, ഇൻഫെക്ഷനോ അങ്ങനെ സ്കിന്നിനൊന്നും ഉണ്ടാവാണ്ടിരിക്കാൻ ഒരുപാട് നല്ലതാണ്. ഫംഗൽ ഇൻഫെക്ഷനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ. ഇത്തിരി കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, നേരത്തെ പറഞ്ഞതുപോലെ ചെയ്താലും മതി കേട്ടോ. കാരണം എല്ലാ സാധനങ്ങളും ഒന്ന് കഴുകി ഉണക്കിയിട്ട് നിങ്ങൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അരിപ്പയില്ലേ, ആ അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട്. കാരണം കുട്ടികൾക്ക് ഇത് മീൻസ് തേക്കിൻ്റെ അല്ലേ, അതുകൊണ്ട് നല്ലതുപോലെ അവർക്ക് ഇങ്ങനെ സ്ക്രാച്ച് ഒന്നും ഉണ്ടാവാൻ പാടില്ല. നമുക്കാണെങ്കിൽ കുഴപ്പമില്ല, ഒരു സ്ക്രബായിട്ടിരിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ശരിക്കും ഫൈൻ പൗഡർ കണ്ടോ, ഇതുണ്ടോ, ഇത് നല്ലപോലെ ഞാൻ ഇവിടെ പൊന്നൂനൊക്കെ ഇതാണ് യൂസ് ചെയ്യണത്. അപ്പം അവൾക്ക് മേത്ത് ഇടുമ്പോൾ വേദന എടുക്കാണ്ടിരിക്കണമെങ്കിൽ നന്നായിട്ട് അരിച്ചിട്ട് വേണം പൊടി എടുക്കാനായിട്ട്. സോ ഫൈൻ ആയിട്ടുള്ള പൗഡർ ആയിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെയോ കമന്റ് വേണ്ടേ നമുക്ക്? കമന്റ് ചെയ്യണം. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞങ്ങള് ഇതുപോലുള്ള അടിപൊളി വീഡിയോസ് ആയിട്ട് നമ്മൾ 2 പേരും ഇനിയും വരുമോ പൊന്നു? വരും ഞങ്ങൾ വരും കേട്ടോ. അപ്പൊ എല്ലാവർക്കും ബൈ ഫ്രം സരിത ആൻഡ്